ഹലോ, വസുന്ധരയാണ്. വസുന്ധര IPS. വസുന്ധര മേഡം പറയൂ. ദേവികയെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല മേഡം. എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. മേഡം എന്താ വിളിച്ചത്? ഒരു കാര്യമില്ലാതെ MLAയുടെ മോനെ ഞാൻ വിളിക്കില്ലല്ലോ. ഞാൻ വിളിച്ചത് നന്ദനെ ചെറിയൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ. എന്താ മേഡം? അത് ദേവികയെ ഞങ്ങളൊന്ന് പോപ്പുലർ ആക്കാൻ നോക്കുക. മനസ്സിലായില്ല. ഒരു VIP ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. മേഡം എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നന്ദന്റെ ഭാര്യയുടെ ഫോട്ടോ ഒട്ടിച്ച പോസ്റ്റർ അങ്ങ് ഒട്ടിക്കാൻ പോവാ. എന്താ പറഞ്ഞേ? ലുക്ക് ഔട്ട് നോട്ടീസ്. ദേവികയുടെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ്. തന്റെ ഭാര്യയെ കാണാത്തൊരു വിഷമം ഇനി വേണ്ട. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ നന്ദന് ദേവികയുടെ പടം കാണാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, നന്ദൻ മാത്രമല്ല അത് കാണാൻ പോകുന്നത്, നാട്ടുകാരെല്ലാവരും കാണും. പ്ലീസ് മേഡം, അങ്ങനെ ചെയ്യരുത്. ദ്രോഹമാണത്. അവളുടെ ജീവിതം ഇല്ലാതാക്കരുത്. എങ്കിൽ പറയടോ, അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന്. ആരൊളിപ്പിച്ചെന്നോ മേഡം ഈ പറയുന്നേ? ആരും ഒളിപ്പിച്ചിട്ടുണ്ട്, അത് സത്യം. അത് പക്ഷെ മേഡം ഒട്ട് കണ്ടുപിടിക്കുന്നുമില്ല. എന്നിട്ടിപ്പോ എന്നോട് ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയാനാ? കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ നോക്കുന്നുണ്ട്. മേഡത്തിന് ഇതുപോലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മേഡത്തിന് അതിന്റെ വിഷമം മനസ്സിലാകുകയില്ല. അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, എന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല. അവൾ എവിടെയോ തകർന്ന അവസ്ഥയിൽ കഴിയായിരിക്കും മേഡം. അവളെ ഈ രീതിയിലും കൂടെ തകർക്കരുത് പ്ലീസ്. പാവമാണ് മേഡം അവള്. എന്നെങ്കിലും അവളെ മേഡം മനസ്സിലാക്കും. അവളെയും തന്നെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. സെന്റിമെന്റ്സ് ഇറക്കി ഭാര്യയെ രക്ഷപ്പെടുത്താന്ന് കരുതണ്ട. ഒളിത്താവളത്തിന്ന് പുറത്ത് ചാടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ? ദേവിയെ കണ്ടെത്താൻ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കാണത്രേ. വഴിനീളെ ദേവിയുടെ പടം പതിക്കും. എടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഇതല്ലാതെ പോലീസിന് മറ്റു മാർഗമൊന്നും ഉണ്ടാവില്ല. എന്താടാ ഇത്? നീങ്ങി വന്നേ, വാ വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.